നമ്മളിൽ പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ അഥവാ യൂലിപ്പും മ്യൂച്വൽ ഫണ്ടും ഒന്നാണ് എന്നുള്ളത്. അത് എൻറ്റയർലി രണ്ട് പ്രൊഡക്റ്റുകളാണ്. നമുക്ക് എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് അഥവാ യൂലിപ്പ് എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ LIC ആയാലും അല്ലെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനികളായാലും അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് എന്ന് പറയുന്നത്. അവിടെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഈ പറയുന്ന പ്ലാനിലൂടെ കിട്ടുന്നുണ്ടാവും. അതായത് ഒരു വ്യക്തി ഒരു എക്സാമ്പിളായിട്ട് 1,00,000 രൂപയാണ് പ്രീമിയമായിട്ട് ഇയർലി അടക്കുന്നതെങ്കിൽ അതിൻ്റെ മിനിമം 10 ഇരട്ടി മുതൽ 20 ഇരട്ടി വരെയെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഈ പറയുന്ന കമ്പനികൾ കൊടുക്കുന്നുണ്ടാവും. പലരും വിചാരിക്കുന്നത് അത് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നതാണ് എന്നാണ്. അതായത് ഈ പ്ലാൻ എടുക്കുമ്പോൾ സൗജന്യമായി കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, അതിനും ഒരു മോർട്ടാലിറ്റി റേറ്റ് കണക്ക് കൂട്ടിക്കൊണ്ട് അതിനൊരു ചാർജ് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഇനി അതിൻ്റെ കൂടെ തന്നെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ പലതരത്തിലുള്ള ചാർജസ് അതിനുള്ളിൽ പെടുന്നുണ്ടാവും. അതായത് ഇപ്പോൾ മോർട്ടാലിറ്റി ചാർജ് പറഞ്ഞതുപോലെ തന്നെ ഫണ്ട് അലോക്കേഷൻ ചാർജ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ചാർജ്, അങ്ങനെ പല ചാർജുകൾ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് അലോക്കേഷൻ ചാർജസ് എന്ന് പറയാം. ഇങ്ങനെ ഈ അലോക്കേഷൻ ചാർജിന് ശേഷം ബാക്കി വരുന്ന അലോക്കേഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് ആക്ച്വലി കസ്റ്റമറുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറുന്നുണ്ടാവുക. അതിന് പല പേരുകൾ പറയുന്നുണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്ന കമ്പനികളാണ് ഇപ്പോൾ പലരും ആ വാക്കാണ് ഉപയോഗിച്ച് കാണുന്നത്. എന്തായാലും ഈ പറയുന്ന ഫണ്ടാണ് ആക്ച്വലി കസ്റ്റമറുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടാവുക. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഫണ്ട് മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും. അത് പലപ്പോഴും പല കമ്പനികളുടെ ആയിട്ട് അതും ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലാണ് പലരും ചെയ്യാറുള്ളത്. അതിന് ഒരു അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺസ് ഉണ്ടാവും. ആ റിട്ടേൺസ് ഈ പറയുന്ന കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ബേസിക്കലി യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ നടക്കുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമറുടെ കയ്യിൽ നിന്നൊരു 10 മുതൽ 30% അല്ലെങ്കിൽ ഒരു 35% വരെയൊക്കെ പലതരത്തിലും ചാർജ് ചെയ്ത ശേഷം ബാക്കി വരുന്നൊരു ഫണ്ട്, അതായത് അത് 90,000 മുതൽ ഒരു 65,000 രൂപ വരെയൊക്കെ ആവാം. ആ ഒരു ഫണ്ടാണ് കസ്റ്റമറുടെ കയ്യിൽ പോകുന്നുണ്ടാവുക, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പോകുന്നുണ്ടാവുക. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണ് ഗ്രോ ചെയ്ത് കസ്റ്റമർക്ക് റിട്ടേൺസ് കൊടുക്കുന്നുണ്ടാവുക. ഇതാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ നടക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ എന്താണ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതേപോലെ തന്നെ പൂർണ്ണമായും മാർക്കറ്റിലേക്ക് മാറുന്നു. അതിനൊരു NAV ഉണ്ടാവും, അതായത് നെറ്റ് അസറ്റ് വാല്യൂ ഉണ്ടാവും. അത് തന്നെയാണ് യൂണിറ്റിലും നടക്കുന്നുണ്ടാവുക, യൂലിപ്പ് പ്ലാനുകളിലും നടക്കുന്നുണ്ടാവുക. സോ ഇവിടെയും ഈ പറയുന്ന ഷെയറുകളായിട്ടാണ് യൂണിറ്റുകളാണ് വാങ്ങുന്നുണ്ടാവുക. ഈ യൂണിറ്റുകൾക്ക് ഉണ്ടാവുന്ന ലാഭം കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആക്ച്വലി ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നുണ്ടാവുക. ഇനി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കൺട്രോൾഡ് ബൈ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇൻഷുറൻസ് ഈസ് റെഗുലേറ്റഡ് ബൈ IRDAI, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് ചിലപ്പോൾ നിർബന്ധിതമായും ഇത്ര കാലം വരെ പ്രീമിയം അടക്കണം എന്നുണ്ടെങ്കിൽ നുവൽ ഫണ്ടുകൾക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. ഒരു കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം, ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാനും അതിന് പ്രത്യേകിച്ച് ചാർജുകളും കാര്യങ്ങളും 1 ഇയറിനുള്ളിലാണെങ്കിൽ ചെറിയ എക്സിറ്റ് ചാർജുകൾ ആഡ് ചെയ്യുന്ന പ്ലാൻസ് ഉണ്ട്. അല്ലാത്തതാണെങ്കിൽ വേറെ ഒന്നും തന്നെ ചാർജുകളായിട്ടും ഉണ്ടാവുന്നതല്ല. ഇതിൽ രണ്ടും രണ്ട് തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം ഒരു പ്രീമിയം അടക്കുമ്പോൾ അതിൻ്റെ 10 മുതൽ 20 ഇരട്ടിയെങ്കിലും ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ അത് ഒട്ടും തന്നെ കിട്ടുന്നില്ലതാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ റിട്ടേൺസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിൽ മ്യൂച്വൽ ഫണ്ടിന് വളരെ കൂടുതൽ റിട്ടേൺസും ഇൻഷുറൻസ് പ്ലാനിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ റിട്ടേൺസുമാണ് സാധാരണയായി കണ്ടുവരാറുള്ളത്.